അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദൈവമേ, എന്തെങ്കിലും ഒന്ന് റെഡിയാക്കി എത്ര നേരം കൊണ്ട് തുടങ്ങിയ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നാളെ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാ വട്ടവും നമുക്കറിയാം, നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാ വട്ടവും ഞാൻ അമ്മയ്ക്ക് എന്തെങ്കിലും രീതിയിലുള്ള സർപ്രൈസ് കൊടുക്കാറുണ്ട്. അപ്പോൾ സർപ്രൈസ് ഒന്നും ആവത്തില്ല, അമ്മയ്ക്ക് അങ്ങനെ ഇതിനോടൊന്നും വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല. പക്ഷേ എനിക്കിഷ്ടമാണ്. എനിക്ക് നമ്മളെ സ്നേഹിക്കുന്നവരെ അങ്ങോട്ട് അവർക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അപ്പോൾ അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു രീതിയിലാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ എല്ലാ വട്ടം ഞാൻ പറഞ്ഞു തന്നത്, എല്ലാ വട്ടവും ഞാനാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കാറുണ്ട്. എല്ലാ വട്ടം എനിക്ക് അത്യാവശ്യം ഒരു പ്രായമാക്കിയതിന് പിന്നെ ചെറുതായിട്ടൊന്നുമില്ല, അങ്ങനെ വലിയതായിട്ട് നമ്മുടെ കയ്യിൽ പൈസ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ആ ഒരു ടൈം തൊട്ടേ എൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ഡിഗ്രി ടൈം തൊട്ടേ ഞാൻ എല്ലാം ബർത്ത്ഡേ അമ്മയുടെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഹാപ്പിനെസ് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ബർത്ത്ഡേ ഞാനിപ്പം ഓർഡർ കൊടുത്തായിരുന്നേ, ഒരു ബേക്കേഴ്സ് ബക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടെ തന്നെ മലയാളം തന്നെ ഉള്ള ഒരു ഇതാണ്. നല്ല കസ്റ്റമർ സർവീസ് ആണ് കേട്ടോ. കസ്റ്റമർ സർവീസ് മാത്രമല്ല, നല്ല കേക്കുമാണ്. അപ്പം ഞാൻ 1-2 വട്ടം ആ കുട്ടിയുടെ കയ്യിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റേത്. പക്ഷേ ഞാൻ പിന്നെ അത് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് ഞാനത് ക്യാൻസൽ ചെയ്ത് എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് അങ്ങനെ വേണ്ടെന്ന് തോന്നി. കാരണം എല്ലാ വട്ടവും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു എഫേർട്ട് അതിനകത്ത് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലുതായിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് തന്നെത്താനെ ഒരു കേക്ക് സെറ്റ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ നമ്മുടെ കോന്നിലുള്ള അലങ്കാരി പോയിട്ടുണ്ടായിരുന്നു. പോയി ഞാൻ കുറച്ച് സാധനങ്ങളുടെയൊക്കെ വില നോക്കിയിട്ട് വന്നു. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേക്ക് മാനുഫാക്ചർ ചെയ്യുന്നവർക്ക്, കേക്ക് ഉണ്ടാക്കുന്നവർക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. ഇതിന് നല്ല പൈസ ചെലവുള്ള കാര്യമാണല്ലേ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ അത്യാവശ്യം അത് ചിലപ്പോൾ തുടക്കമായിട്ടുണ്ടായി. കാരണം എനിക്ക് ആ കേക്കിൻ്റെ ഇത് ചെയ്യാനുള്ള മോൾഡ് വാങ്ങണം. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ സ്പാച്ചില പോലത്തെ എന്തോ പിന്നെന്താ അങ്ങനെ കുറേ സംഭവങ്ങൾ. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചട്ടുമോ അങ്ങനത്തെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ ഞാൻ നോക്കി. പക്ഷേ എന്നാലും ചിലപ്പം കുളമായാലോ, ഞാൻ അങ്ങനെ ബേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ജെല്ലി കേക്കില്ലേ, ജെല്ലി ഫ്രൂട്ട് കേക്ക്, ആ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട്. അതാകുമ്പം കുറച്ച് ഹെൽത്തി ആവും, എന്നാൽ നമ്മൾ എഫേർട്ട് എടുത്തു എന്ന് പറയും. അപ്പോൾ എനിക്കത് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. എന്തുമാവുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, കുളമാവുന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പോയിട്ട് എനിക്ക് കമ്പ്യൂട്ടർ കോഴ്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ബാങ്കിൽ ഒന്ന് കയറണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് നമുക്ക് വരണം. പിന്നെ അതേപോലെ തന്നെ അഗർ അല്ലെങ്കിൽ ജലാറ്റിന് അതെന്തെങ്കിലും അലങ്കാറിലൊന്ന് കയറണം, അത് പോയി വാങ്ങണം, വാങ്ങിയിട്ട് വരാം. അങ്ങനെയുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്നിട്ട് അതെങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കൊണ്ട് പാത്ത് വെക്കണം. ഞാൻ അങ്ങനെ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിക്കുന്ന ടൈപ്പല്ല. അപ്പോൾ അമ്മയ്ക്ക് അറിയാം ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ഉണ്ട്. അമ്മ ചിന്തിക്കത്തില്ല, ഉറപ്പാണ് എനിക്ക്. അമ്മ ഒരിക്കലും ഇങ്ങനെ ഒരു സാധനം ചിന്തിക്കത്തില്ല. പക്ഷേ എന്നാൽ അമ്മയുടെ ബർത്ത്ഡേ ഓർമ്മയുണ്ടെങ്കിൽ അമ്മ ചെറുതായി ചിന്തിക്കും. ഞാനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞില്ലേ, അമ്മ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിക്കത്തില്ല. കേക്ക് ഇങ്ങനെ ഒരു സാധനത്തിനെ പറ്റി അമ്മ ചിന്തിക്കാനൊന്നും ചാൻസ് ഇല്ല. പക്ഷേ അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഡൗട്ട് എനിക്കില്ലാതില്ല. കാരണം ഇത് ഗുളുഗുളു പോലിരിക്കുന്ന സാധനമല്ലേ, അതിനോട് അമ്മയ്ക്ക് താല്പര്യമുണ്ടോ എനിക്കറിയത്തില്ല. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇഷ്ടമാവും. എനിക്കറിയത്തില്ല കേട്ടോ, ഞാനിത് ചെയ്യുമോ, ഇനി ഈ പ്ലാൻ വേറെ വല്ലതും മാറുമോ, അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, രൂപിത, ഇവിടെ കമ്പ്യൂട്ടർ കോഴ്സിൽ തന്നെ ഉള്ളതാണ്. അവളുടെ അടുത്ത് ഞാൻ ഇന്നലെ ചോദിച്ചിട്ട്, അവൾ കേക്കൊക്കെ നേരത്തെ ഉണ്ടാക്കി പരിചയമുള്ളത്. അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ച റെസിപ്പിയും കാര്യങ്ങളും എന്തൊക്കെ വേണം എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇന്നലെ അലങ്കാരി പോയി മൊത്തം ചുറ്റിയത്. പിന്നെ ഞാനിങ്ങനെ ഓർത്തു, ഞാൻ കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നാളെ തന്നെ അത് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ പെട്ടെന്ന് എങ്ങനെയാണ് പിന്നെ പോയി അത് സെറ്റാക്കുന്നതൊക്കെ വിചാരിച്ചിട്ടാണ്. നമുക്ക് നോക്കാമല്ലേ, ഫ്ലോപ്പ് ആവുമെന്ന് പറയാം. എന്തായാലും ഫ്ലോപ്പ് ആയാലും എന്താ, നമ്മുടെ അമ്മയല്ലേ, വേറെ ആയില്ലല്ലോ. നമ്മളവിടെ പെർഫെക്ഷൻ ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. അമ്മയ്ക്ക് ഇഷ്ടമായിരിക്കും. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അമ്മ ഒത്തിരി കാര്യങ്ങൾ ഡിസേർവിംഗ് ആണ്. പക്ഷേ അമ്മയുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മളെ കൊണ്ടാവുന്നത് നമ്മുടെ അമ്മയ്ക്ക് നമ്മളല്ലാണ്ട് പിന്നെ ആരാ ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ വേറെ ഇങ്ങനെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഞാൻ തെറ്റാണല്ലോ പറയുന്നത്. ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കാം, നമ്മുടെ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് അങ്ങനെയുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കാം, അങ്ങനെ എല്ലാവർക്കും കൊടുക്കാം. പക്ഷേ അതിൽ നിന്നൊക്കെ എന്തോ കൂടുതലാണ് നമ്മുടെ സ്വന്തം അമ്മയ്ക്കും അച്ഛനും ഒക്കെ നമ്മുടെ എഫേർട്ടിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത്. എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും പോയിട്ട് നോക്കട്ടെ, എന്നിട്ട് ഞാൻ എന്തായാലും ബാക്കി പറയാം. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ കടയിൽ പോയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി, പിന്നെ അതേപോലെ തന്നെ ചൈന ഗ്രാസ് വാങ്ങി, പിന്നെ കുറച്ച് ക്യാൻഡിൽസ്, ഇത്രയൊക്കെയാണ് വാങ്ങിച്ചത്. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കിയായിരുന്നു, നമ്മുടെ ഈ ടോപ്പറില്ലേ, കേക്കിന് മുകളിൽ വെക്കുന്ന മറ്റേ സംഭവം ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയത്. അത് ഞാൻ 2-3 കടയിൽ തിരക്കി, പക്ഷേ ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചാൽ വേണ്ട, അതിന് വെറുതെ പൈസ വേണ്ട, നമുക്ക് എഴുതാമല്ലോ.
Happy birthday to you. ഹലോ ഹാപ്പി ബർത്ത്ഡേ ആണോ അമ്മയുടെ ബർത്ത്ഡേ എടാ അതെന്തുവാ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ ടു യു അതിന് കാണാവോ ഇത് കണ്ടോ നന്ദൂരിയെ അതെ ഇതൊക്കെ ഒരു സന്തോഷം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കത്തില്ല അല്ല കോരി കുടിക്കണം സ്പൂണുണ്ട് 2000 രൂപയോ എപ്പോ എടാ കഥ ഹെൽത്തി ഫുഡ് ആണെന്ന് ഹെൽത്തി ഫുഡ് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പാടുന്നു